അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല ഗൈസ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അതായത് ആൻഡ്രോയിഡ് ഫോണിൻ്റെ മെനു, അതായത് ഫുൾ മെനു നമുക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെ കാണാം എന്നുള്ളതാണ്. ഇത് ഗെയിം കളിക്കുന്ന ആൾക്കാർക്കും പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യമായി നമ്മൾ നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതാണ് ബിറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു സാധനം ഒരു ഡൗൺലോഡ് ചെയ്യുമ്പോൾ 64 ബിറ്റ് അതേപോലെ 32 ബിറ്റ് കാണിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഏതാണ്. അതിനായിട്ട് നിങ്ങൾ ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ PC എന്ന് സെലക്ട് ചെയ്യുക. അത് സിമ്പിളായി ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഈ സെലക്ട് ഇവിടെ മുകളിൽ കാണാൻ പറ്റും ദിസ് PC. ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ റാം പിന്നെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇതിൻ്റെ താഴോട്ടും കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ് നിങ്ങളെ ബിറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. 64 ബിറ്റാണ് എൻ്റേത്, ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം നമ്മൾ നേരെ ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ പോയിട്ട് ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ 64 ബിറ്റിലുള്ളത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഓപ്ഷനായിരിക്കും വരുന്നുണ്ടാകുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺലോഡ് എന്ന സാധനം കൊടുക്കാം. ഡൗൺലോഡ് കൊടുത്താൽ വേറൊരു പേജിലേക്ക് പോകുന്നുണ്ടാകുക. ഇവിടെ താഴെ കാണാൻ പറ്റും ഏതാണ് ബിറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ബിറ്റ് നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ബിറ്റ് കറക്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ സിമ്പിളാണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലത്തെ ഒരു സൈറ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഇവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, കാണാൻ പറ്റും. ഇവിടെ ഡൗൺലോഡ് ലേറ്റസ്റ്റ് വെർഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ട് കാണാൻ പറ്റും. ഒരു 3 സെക്കൻഡോട് ഡൗൺലോഡ് സ്റ്റാർട്ട് ആവും. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആക്കി വെച്ചതുകൊണ്ടാണ് ഞാൻ അത് ഓപ്പണായി കാണിച്ചത്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഡൗൺലോഡാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ എക്സ്ട്രാക്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫയൽ ഇവിടെ ഒരു ഫോൾഡറായി വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാളിംഗ് ഫയൽ ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരെ സെറ്റിങ്സ് എടുക്കുക. ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. താഴോട്ട് പോവുക. നിങ്ങളെ എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ബിൽഡഡ് നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ എനേബിൾ ആക്കിയിട്ടുണ്ട്. അതാണ് കാണിക്കുന്നത് ഓൾറെഡി എനേബിൾ നിന്ന്. അപ്പോൾ നിങ്ങളുടെ ആവാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 4-5 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ബാക്ക് അടിക്കുക. ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ USB ഡബ്ബിംഗ് ഓൺ ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. നമ്മൾ സോഫ്റ്റ്വെയർ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഈ ആപ്ലിക്കേഷനാണ് SCRCPY എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മളെ ഫോൺ ഇവിടെ മിററാകുന്നത് കാണാൻ പറ്റും. നമ്മുടെ ഫോൺ ഇവിടെ മിററായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ എല്ലാ വർക്കും നമ്മളിവിടെ ചെയ്യുന്ന ഇതേ സംഭവങ്ങൾ കാണാൻ പറ്റും. ഇത് അവിടെ കാണുന്നുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ മിറർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ ബൈ.